ജിം ബ്രോസിന് മസിൽ ഉരുട്ടി കയറ്റാനുള്ള സാധനം മാത്രമാണോ പ്രോട്ടീൻ? നമുക്ക് നോക്കാം. ഒരുപാട് അമിനോ ആസിഡ്സിന്റെ ഒരു ചെയിൻ ആണ് പ്രോട്ടീൻ, അതായത് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയാം. നമ്മളൊരു വീട് കെട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഒരുപാട് ഇഷ്ടിക വേണമല്ലോ. ഈ ഇഷ്ടിക പോലെയാണ് പ്രോട്ടീൻ വർക്ക് ചെയ്യുന്നത്. പ്രോട്ടീൻ മസിൽസിന് മാത്രമല്ല, നമ്മുടെ സ്കിൻ, ഹെയർ, ഹോർമോൺസ്, എൻസൈംസ് ഇതിനൊക്കെ പ്രൊഡക്ഷന് പ്രോട്ടീൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ പ്രോട്ടീനിൽ മെയിൻലി 3 ടൈപ്സ് ആണ് വരുന്നത്. ഒന്ന് അനിമൽ ബേസ്ഡ് പ്രോട്ടീൻ, അതായത് ചിക്കൻ, ഫിഷ്, മുട്ട, പാല്, ഡയറി ഐറ്റംസ് ഒക്കെ അനിമൽ പ്രോട്ടീൻ ആണ്. അതേപോലെ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ സോയ ചങ്ക്സ്, പരിപ്പ്, കടല, ചെറുപയർ ഇങ്ങനെയുള്ള ഫുഡൊക്കെയാണ് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ സോഴ്സസ്. നെക്സ്റ്റ് തേർഡ് വൺ ആണ് സപ്ലിമെന്റ്സ്, അതായത് നമ്മൾ ഈ വേ പ്രോട്ടീനും പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ സപ്ലിമെന്റ്സും ഒക്കെ എടുക്കുന്നതാണ് സപ്ലിമെന്റ്. 3 കാറ്റഗറീസ് ടോട്ടൽ. ഇതിന്റെ ബെനിഫിറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ മസിൽ ബിൽഡിങ്ങിനും ഹെയർ, സ്കിൻ ഇതിനൊക്കെ റിപ്പയർ ഫംഗ്ഷനൊക്കെ പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ, അതായത് നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ ബോഡി എനർജി ബേൺ ചെയ്യല്ലോ, അത് ബൂസ്റ്റ് ചെയ്യാൻ പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ ഇമ്മ്യൂണിറ്റി കൂട്ടാനും പ്രോട്ടീൻ ഹെൽപ്ഫുൾ ആണ്. അതേപോലെ നമ്മൾ പ്രോട്ടീൻ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ കൂടുതൽ നേരം ഫുള്ളാക്കി വെക്കും വേറെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഫുഡും കാലറീസും ഒക്കെ കൺട്രോൾ ചെയ്ത് നമുക്ക് വെയിറ്റ് ലോസിലൊക്കെ വളരെ യൂസ്ഫുൾ ആണ് പ്രോട്ടീൻ. ഡൗൺ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കിഡ്നിക്ക് ഒരു സ്ട്രെയിൻ ആണ്. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഓൾറെഡി കിഡ്നി ഡാമേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ പ്രശ്നം വരുന്നത്. ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന് ഇങ്ങനെയുള്ള പ്രശ്നമില്ല. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവർലോഡിങ്. ചില ആൾക്കാർ ഈ പ്രോട്ടീൻ നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് അനാവശ്യമായിട്ട് പ്രോട്ടീൻ മാത്രം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അത് നമുക്കൊരു വേസ്റ്റ് ഓഫ് മണിയും കൂടിയാണ്. ഇനിയിപ്പോൾ കോൺസ്റ്റിപ്പേഷൻ, നമ്മൾ പ്രോട്ടീൻ മാത്രം ഫോക്കസ് ചെയ്ത ഒരു ഡയറ്റിൽ നമ്മൾ പ്രോപ്പർലി ഹൈഡ്രേറ്റഡ് അല്ല, ഫൈബർ ഒക്കെ ആവശ്യത്തിന് ഇല്ലെങ്കിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ, ഡൈജഷന്റെ, ഗട്ട് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇത് നല്ലതാണോ അല്ല ചീത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോട്ടീൻ എന്റെ അക്കോർഡിംഗ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് മാക്രോ ന്യൂട്രിയന്റ് ആണ്. നിങ്ങളുടെ ഗോൾ എന്തും ആയിക്കോട്ടെ, മസിൽ ഗെയിൻ ആയിക്കോട്ടെ, ഫാറ്റ് ലോസ് ആയിക്കോട്ടെ, പക്ഷെ കൃത്യ അളവിൽ എടുക്കണം. ഒരു റഫ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന് 1 to 1.5 gram ഓഫ് പ്രോട്ടീൻ പെർ kg ബോഡി വെയിറ്റ് പെർ ഡേ ആണ് ഐഡിയൽ റിക്വയർമെന്റ്. ഇന്ന് ജനിച്ച കുട്ടി മുതൽ 90 വയസ്സ് അപ്പൂപ്പന് വരെ പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജിമ്മിൽ പോകുന്ന ബ്രോസിന് മാത്രമല്ല പ്രോട്ടീൻ ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ തെറ്റായുള്ള സപ്ലിമെന്റ്സ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രോട്ടീൻ കാരണം പ്രശ്നം ഉണ്ടാവുള്ളൂ. ഒരുപാട് വറുത്തതും പൊരിച്ചതും ആയിട്ടുള്ള ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുക. ക്ലീൻ ആയിട്ടുള്ള പ്രോട്ടീൻ സോഴ്സസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സീ യു ടുമാറോ അബൌട്ട് ഫാറ്റ്സ്.